ആകാശവാണി. നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ വായിക്കുന്നത് സുവർണ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെടുപ്പിന്റെ പകുതി സമയം പിന്നിടുമ്പോൾ ലഭ്യമായ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 46% പേർ പോളിംഗ് രേഖപ്പെടുത്തി. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകുന്നേരം 6 മണിവരെ നീളും. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമാണ്. വോട്ടെടുപ്പ് അവസാനിക്കുന്ന വൈകുന്നേരം 6 മണിക്ക് ബൂത്തുകളിൽ ക്യൂവിൽ തുടരുന്ന എല്ലാവർക്കും നിശ്ചിത സമയം കഴിഞ്ഞും വോട്ട് രേഖപ്പെടുത്താൻ അവസരം നൽകും. ഇതിനായി വരിയിൽ ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന ആൾ മുതൽ മുന്നോട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ട ടോക്കണുകൾ വിതരണം ചെയ്യും. വിവിധ മേഖലകളിലെ പ്രമുഖരും പോളിംഗിന്റെ ആദ്യ മണിക്കൂറുകളിൽ വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് ധർമ്മടം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണെന്നും എല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്നവരാണെന്നും പറവൂരിലെ UDF സ്ഥാനാർത്ഥിയും പ്രതിപക്ഷ നേതാവുമായ VD സതീശൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ ജനങ്ങൾ വലിയ മാറ്റം സൃഷ്ടിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ടെന്ന് നേമത്തെ NDA സ്ഥാനാർത്ഥിയും പാർട്ടി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നുവെന്നും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ പോളിംഗ് ശതമാനം 90 കടക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. പൊതുവെ എല്ലാ സ്ഥലത്തും വളരെ പീസ്ഫുൾ ആയിട്ട് എല്ലാ പോളിംഗ് സ്റ്റേഷൻസിന്റെ എറ്റിക്കറ്റ്സ് എല്ലാ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും പോളിംഗ് നടക്കുന്നുണ്ട്. വേറെ പ്രത്യേകമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ആരും നേരിട്ടുണ്ട് എന്നുള്ള വിധത്തിലുള്ള ഒരു റിപ്പോർട്ട്സ് നമുക്ക് ഒന്നും ലഭ്യമായിട്ടില്ല. നമുക്ക് തോന്നുന്നു കൃത്യമായിട്ട് ഈ ഒരു ട്രെൻഡോട് കൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വോട്ടിംഗ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശിക്കുന്ന ഒരു 90%ലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് വരാനുള്ള ആൾക്കാരോട് എല്ലാവരും കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ പത്തനംതിട്ട ജില്ലയിലും വോട്ടെടുപ്പ് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നു. ആങ്ങാമൂഴി, മുണ്ടുകോട്ടയ്ക്കൽ, തിരുവല്ല, ഇരത്തോട് എന്നിവിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങളിലെ തകരാർ, വൈദ്യുത തകരാർ എന്നിവ മൂലം വോട്ടെടുപ്പ് തുടങ്ങാൻ അല്പം വൈകിയെങ്കിലും നിലവിൽ ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വോട്ടെടുപ്പ് സുഗമമായി നടക്കുന്നു. 5 നിയോജക മണ്ഡലങ്ങളിലായി ആകെ 25 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലെയും പൊതുവായ നടപടിക്രമങ്ങൾ കളക്ടറേറ്റിലെ വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂമിൽ തത്സമയം കാണാൻ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിനായി 1791 പോളിംഗ് ബൂത്തുകളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് പുതുപ്പള്ളി മണ്ഡലത്തിലെ ആർമാനൂർ ഗവൺമെന്റ് സ്കൂളിലെ ബൂത്തിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് പുനരാരംഭിച്ചു. ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും 1 വീതം പിങ്ക് ബൂത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. കോട്ടയം നഗരസഭയിലെ വേളൂർ അങ്കണവാടിയിലെ ബൂത്ത് 100% ഭിന്നശേഷി ബൂത്തായി ക്രമീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ വോട്ടെടുപ്പ് സമാധാനപരമായി പുരോഗമിക്കുന്നു. കായലോര, കടലോര മേഖലയിലെ ബൂത്തുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. ആലപ്പുഴ ജില്ലയിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. അനൌദ്യോഗിക കണക്ക് പ്രകാരം ആലപ്പുഴ, ചേർത്തല, അമ്പലപ്പുഴ, അരൂർ തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിൽ 60% പോളിംഗ് കഴിഞ്ഞു. ബാക്കിയുള്ളതെല്ലാം 55% പോളിംഗ് ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പൊ രാവിലെ കണ്ട തിരക്ക് ഇപ്പോൾ പോളിംഗ് ബൂത്തുകളിൽ കാണുന്നില്ല. കഠിനമായ വെയിലുണ്ട് ആലപ്പുഴയിൽ. അതുകൊണ്ട് വെയില് പോകാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നതാവാം. വൈകിട്ടോടെ വീണ്ടും വോട്ടർമാർ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നണികൾ. എറണാകുളം ജില്ലയിലെ മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ വലിയ നിര ഉണ്ടായിരുന്നു. അനിഷ്ട സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജില്ലയിലാകെ 25,03,842 വോട്ടർമാരാണുള്ളത്. പറവൂർ കേസരി കോളേജിലെ 134 ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് വോട്ടെടുപ്പ് നിർത്തിവച്ചെങ്കിലും പിന്നീട് പുനരാരംഭിച്ചു. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. കുന്നുകളും പുഴകളും താണ്ടി കിലോമീറ്ററുകൾ നടന്നാണ് കുടിനിവാസികൾ തങ്ങളുടെ ജനാധിപത്യപരമായ അവകാശം വിനിയോഗിക്കാൻ ബൂത്തുകളിലേക്ക് എത്തുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആകെ 1264 വോട്ടർമാരാണ് ഇടമലക്കുടി പഞ്ചായത്തിലുള്ളത്. ഇതിൽ 675 പേർ പുരുഷന്മാരും 589 പേർ സ്ത്രീകളുമാണ്. ഇടമലക്കുടി ട്രൈബൽ സ്കൂൾ, പരപ്പയാർകുടി EDC സെന്റർ, മുളകുതറക്കുടി കമ്മ്യൂണിറ്റി ഹാൾ എന്നിങ്ങനെ 3 ബൂത്തുകളാണ് വോട്ടെടുപ്പിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗിൽ തുടക്കം മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. ദുർഘടമായ ഭൂപ്രകൃതിയും നെറ്റ്വർക്ക് പരിമിതികളും വെല്ലുവിളികളാണെങ്കിലും ആധുനിക സംവിധാനങ്ങളുമായാണ് ഭരണകൂടം ഇതിനെ നേരിടുന്നത്. ആദ്യമായി വയർലെസ് സെറ്റുകൾ വഴി പോളിംഗ് ശതമാനം തത്സമയം അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാൻ വെബ്കാസ്റ്റിംഗും CCTV നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ജോലിക്ക് സ്വയം സന്നദ്ധരായ ഉദ്യോഗസ്ഥരെയാണ് ഇത്തവണ നിയോഗിച്ചിട്ടുള്ളത്. വനമേഖലയായതിനാൽ വനംവകുപ്പിന്റെയും പോലീസിന്റെയും കനത്ത സുരക്ഷാ വലയത്തിലാണ് വോട്ടെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നത്.
നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 8-അംഗ സംഘം തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം നടത്തുന്നു. ഇന്റർനാഷണൽ ഇലക്ഷൻ വിസിറ്റേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് സന്ദർശനം. വിവിധ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ബോർഡുകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇന്നലെ തലസ്ഥാനത്തെത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കന്നി വോട്ടർമാർക്ക് ഹൽവ മധുരം നൽകിയും തിരുവനന്തപുരത്തും എറണാകുളത്തും വോട്ട് ചെയ്യാൻ സൌജന്യ യൂബർ യാത്രാ സൌകര്യമൊരുക്കിയും പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള കമ്മീഷന്റെ ശ്രമങ്ങൾ ഫലപ്രാപ്തിയിലെത്തുന്നതിന്റെ സൂചനയാണ് സംസ്ഥാനത്തെ പല ബൂത്തുകളിലും കാണുന്ന വോട്ടർമാരുടെ നീണ്ട നിര. ഉച്ചവെയിൽ കനക്കുന്നതിന് മുൻപ് അതിരാവിലെ തന്നെ വോട്ട് ചെയ്യാൻ വോട്ടർമാർ കൂട്ടത്തോടെ എത്തിയത് കാരണം ബൂത്തുകളിലെല്ലാം നീണ്ട നിര കാണാനായി. ഉച്ച തിരിയുന്നതോടെ ശതമാനം ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. തിരുവനന്തപുരത്തു നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി തത്സമയം ചേരുന്നു. സ്മിതി, SIR നടപ്പാക്കിയതിനു ശേഷം സംസ്ഥാനത്ത് നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. കഴിഞ്ഞ തവണത്തെ 76% എന്ന പോളിംഗ് നിരക്ക് ഇത്തവണ മറികടക്കും എന്നാണോ പൊതുവെയുള്ള കണക്കുകൂട്ടൽ? തീർച്ചയായും സംസ്ഥാനത്ത് നിന്ന് ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള കണക്ക് പ്രകാരം 41.16% പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. രാവിലെ 9 മണിയുടെ കണക്ക് പ്രകാരം 16.27%. ഇത് 11 മണിക്ക് 33.31%. കനത്ത ചൂടിനിടയിൽ മികച്ച രീതിയിൽ പോളിംഗ് നടക്കുന്നുണ്ട്. ഇത് സംസ്ഥാനത്തെ വളരെ ഉയർന്ന രീതിയിലുള്ള പോളിംഗിലേക്കായിരിക്കും നയിക്കുക എന്ന സൂചന തന്നെയാണ് നൽകുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ വളരെ സമാധാനപരമായിട്ടാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. അതിനിടെ വനിതാ ഉദ്യോഗസ്ഥന്മാർ മാത്രമായിട്ടുള്ള പിങ്ക് ബൂത്തുകൾ, പുതിയ വോട്ടർമാർക്കായിട്ട് നടത്തിയ ഹൽവ വിതരണം, ഇതൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്. അതുപോലെ മൊബൈൽ ഫോണുകൾ സൂക്ഷിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മറ്റൊരു കാര്യമുള്ളത്, പ്രധാന നേതാക്കന്മാരെല്ലാവരും രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. നന്ദി സ്മിതി, വിവരങ്ങൾ നൽകിയതിന് നന്ദി. വയനാട്ടിൽ പോളിംഗ് പുരോഗമിക്കുന്നു. ഗ്രാമീണ മേഖലകളിലും നീണ്ട നിരയാണ് ദൃശ്യമാകുന്നത്. ചൂരൽമലയിലെ ദുരന്തബാധിതർക്കായി ജില്ലാ ഭരണകൂടം വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണയും ഒരുക്കിയത്. സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാർ നിയന്ത്രിക്കുന്ന പോളിംഗ് ബൂത്തുകളും വനിതകൾ നിയന്ത്രിക്കുന്ന പിങ്ക് ബൂത്തുകളും വിവിധ ജില്ലകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ബൂത്ത് വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ കാരപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 48-ാം നമ്പർ ബൂത്ത് നിയന്ത്രിക്കുന്നവരെല്ലാം തന്നെ ഭിന്നശേഷിക്കാരാണ്. ജില്ലയിൽ പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമായ ഏക ഇൻക്ലൂസീവ് പോളിംഗ് ബൂത്താണിത്. ഇൻക്ലൂസീവ് ബൂത്തിന് പുറമെ 2 ബൂത്തുകൾ കൂടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജില്ലയിൽ വനിതകൾ നിയന്ത്രിക്കുന്നത് 67 ബൂത്തുകളാണ്. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ 7ഉം ബാക്കി 12 മണ്ഡലങ്ങളിൽ 5 ബൂത്തുകൾ വീതവുമാണ് വനിതകളുടെ നിയന്ത്രണത്തിൽ ഉണ്ടാവുക. പിങ്ക് ബൂത്ത് എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത്. പോളിംഗിന്റെയും സുരക്ഷയുടെയും പൂർണ്ണ ചുമതല വനിതകൾക്കാണ്. ജില്ലയിൽ ആകെ 2837 ബൂത്തുകളാണുള്ളത്. ബാലുശ്ശേരി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ, അത് 256 ബൂത്തുകളുണ്ട്. എല്ലാ ബൂത്തുകളും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനും. തൃശൂർ ജില്ലയിൽ വോട്ടെടുപ്പ് മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണ്. ജില്ലയിലെ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ് ചേരുന്നു. ഭരിത, തൃശൂരിൽ വോട്ടിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? ഉച്ചവെയിൽ പോളിംഗ് മന്ദഗതിയിലാക്കിയിട്ടുണ്ടോ? ജില്ലയിൽ ഏറെക്കുറെ സമാധാനപരമായി വോട്ടിംഗ് പുരോഗമിക്കുന്നുണ്ട്. ഇതുവരെ നമുക്ക് ലഭിച്ച വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ 50.48% ഇതുവരെ പോളിംഗ് പൂർത്തീകരിക്കുന്നത്. ഇതിൽ തന്നെ ഗുരുവായൂരിലാണ് ഏറ്റവും കുറവ്. 46% ഇവിടെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതുക്കാട് നിയോജക മണ്ഡലത്തിലാണ്. എന്തായാലും രാവിലെ നല്ല രീതിയിലുള്ള ഒരു ആളുകളുടെ ഒഴുക്കായിരുന്നു, നീണ്ട നിര തന്നെയായിരുന്നു ഓരോ പോളിംഗ് ബൂത്തിലും പ്രകടമായിരുന്നത്. എന്നാൽ ഉച്ചയോടടുത്ത് ഉച്ചവെയിൽ കനത്തതോടെ തന്നെ ചെറിയ മന്ദഗതിയിലായി നീങ്ങുകയാണ്. മറ്റൊന്ന്, വടക്കാഞ്ചേരിയിൽ ഒരു കള്ളവോട്ട് ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഗേൾസ് സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ വടക്കാഞ്ചേരി സ്വദേശി സജീവിന്റെ വോട്ട് പോസ്റ്റൽ വോട്ട് ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനാകാതെ മടങ്ങുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. നന്ദി ഭരിത, നന്ദി. കണ്ണൂർ ജില്ലയിൽ ഉച്ചയ്ക്ക് 1:10 വരെയുള്ള കണക്കുകൾ പ്രകാരം 47.09% പേർ വോട്ട് രേഖപ്പെടുത്തി. പയ്യന്നൂരിലും തളിപ്പറമ്പിലുമാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത്. കണ്ണൂർ നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ്. പോളിംഗ് ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗം കർശനമായി നിരോധിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിനും സുരക്ഷാ സംവിധാനങ്ങളും കണക്കിലെടുത്താണ് നടപടി. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ ഇനി 3 മണിക്ക്.